ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ രമ്യ. നിങ്ങൾക്ക് വേണ്ടി ബയോളജി ക്ലാസ് ആണ് എടുക്കുന്നത്. ഞാൻ പുതിയ ആളാണ്. അത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഇതിന് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചെടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിന്റെ വാതായനങ്ങൾ. ക്യാൻ യു ഹിയർ മീ? ക്യാൻ യു സീ മീ? നിങ്ങൾക്ക് എന്നെ കേൾക്കാവോ? എന്നെ കാണാവോ? എന്താ ചോദിക്കുന്നല്ലേ? മുമ്പിൽ വന്നിരുന്നിട്ട് കാണാവോ കേൾക്കാവോ? അപ്പൊ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ കാണാം, ചെവിയുണ്ടെങ്കിൽ കേൾക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് ആ കേൾവി, കാഴ്ച, ഇവയെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ജസ്റ്റ് ഇത് മാത്രം പറയുന്നു. പക്ഷെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് കേൾക്കുന്നത്? സ്റ്റിമുലൈ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഉദ്ദീപനങ്ങൾ. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഐ, നോസ്, ടങ്, ഇയർ ആൻഡ് സ്കിൻ. നമ്മുടെ ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം തന്നെ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈ ഗ്രാഹികൾ സ്വീകരിക്കുന്ന ഉദ്ദീപനങ്ങൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ എല്ലാ കൺട്രോളും, നമ്മെ നിയന്ത്രിക്കുന്ന കൺട്രോളിംഗ് സെന്റർ എന്ന് പറയുന്നത് മസ്തിഷ്കമാണല്ലോ. ഈ ഗ്രാഹികളിലൂടെ ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ, റിസപ്റ്റേഴ്സിൽ നിന്നും സ്റ്റിമുലൈ നമ്മുടെ മസ്തിഷ്കത്തിൽ, ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത്. അത് ദൃശ്യാനുഭവമാവാം, ശ്രവ്യാനുഭവമാവാം. അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ ഗ്രാഹികളിലൂടെ ഉദ്ദീപനങ്ങൾ, റിസപ്റ്റേഴ്സിൽ നിന്നും സ്റ്റിമുലൈ എവിടെ എത്തുമ്പോഴാണ്? ബ്രെയിനിൽ എത്തുമ്പോഴാണ്. അപ്പോഴ് ഗ്രാഹികൾ, റിസപ്റ്റേഴ്സ്. ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ്. ഇവയിൽ നിന്നും ഉദ്ദീപനം. ഉദ്ദീപനത്തിന് എന്താ പറയുന്നത്? സ്റ്റിമുലൈ ഓർ സ്റ്റിമുലസ്. നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തനുഭവം? നമ്മൾ കാണുന്നു, ദൃശ്യാനുഭവം, കേൾക്കുന്നു, ശ്രവ്യാനുഭവം. ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ഗ്രാഹികളിൽ നിന്നും എന്ത്? സ്റ്റിമുലൈ എത്തുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ് നമ്മൾ പറഞ്ഞു. ഐ, കണ്ണ്, ഇയർ, ചെവി, നോസ്, മൂക്ക്, ടങ്, നാക്ക്, സ്കിൻ, ത്വക്ക്. ഇനി ഇവയിൽ ഓരോന്നിലും ഓരോ റിസപ്റ്റേഴ്സ് ആണ്. റിസപ്റ്റേഴ്സ് ഇപ്പൊ കണ്ണിനാകുമ്പോൾ, കണ്ണ് കാഴ്ച, നമുക്ക് കാഴ്ചക്ക് സഹായിക്കുന്ന എന്താണ്? പ്രകാശം. ഇരുട്ടത്ത് നമുക്ക് കാണാൻ പാടായിരിക്കും. പ്രകാശത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം കൂടി വരും. അപ്പോൾ അവിടെയുള്ള ഗ്രാഹി എന്ന് പറയുന്നത്, കണ്ണിനുള്ള ഗ്രാഹി എന്ന് പറയുന്നത് പ്രകാശഗ്രാഹികളാണ്. കണ്ണിന്റെ ഗ്രാഹികൾ എന്ന് പറയുന്നത് പ്രകാശഗ്രാഹികളാണ്. അപ്പോൾ അവിടുത്തെ ഉദ്ദീപനം എന്തായിരിക്കും? സ്റ്റിമുലൈ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന സ്റ്റിമുലൈ, നമ്മുടെ ബ്രെയിനിൽ എത്തിക്കേണ്ട, ഈ ഗ്രാഹികൾ വഴി ബ്രെയിനിൽ എത്തിക്കേണ്ട കാഴ്ച എന്നുള്ള, ദൃശ്യം എന്നുള്ള അനുഭവത്തെ നമുക്ക് പ്രാപ്തമാക്കുവാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിൽ എത്തിക്കേണ്ട ഉദ്ദീപനം ഏതാണ്? അത് നൽകുന്ന ഉദ്ദീപനം പ്രകാശമാണ്, അല്ലെ? പ്രകാശം. ഐക്ക് പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് പ്രകാശഗ്രാഹികളെ പറയുന്നത്. അവിടെ കാണുന്ന, അവിടുത്തെ ഉദ്ദീപനം അഥവാ സ്റ്റിമുലൈ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചെവി, ഇയർ. ചെവി എന്തിനാണ്? കേൾക്കാനാണ്. ശ്രവ്യാനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെവി. അപ്പോൾ അവിടുത്തെ ഗ്രാഹികൾ എന്ന് പറയുന്നത് ശബ്ദഗ്രാഹികൾ അഥവാ സൗണ്ട് റിസപ്റ്റേഴ്സ്. അവിടുത്തെ
ഉദ്ദീപനം അഥവാ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ശബ്ദം അഥവാ സൗണ്ട് ആണ്. അപ്പോഴേ ചെവിക്ക് ശബ്ദഗ്രാഹികൾ അഥവാ സൗണ്ട് റെസിപ്റ്റേഴ്സ്. അവിടുത്തെ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ശബ്ദം അഥവാ സൗണ്ട് ആണ്. അടുത്ത സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നാക്കാണ്. നാക്കെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്തറിയാൻ വേണ്ടി? രുചി അറിയാൻ വേണ്ടി. ഇതൊക്കെ കുഞ്ഞിലെ പഠിക്കുന്നതാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നാക്ക്, നാക്കിന്റെ എന്ന് പറയുന്നത് സ്വാദാണ്, ടേസ്റ്റ് ആണ്. നമ്മുടെ നാക്കിൽ ഒരുപാട് സ്വാദുമുകളങ്ങളുണ്ട്, ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ആ ടേസ്റ്റ് ബഡ്സിന്റെ സഹായത്തോടെയാണ് നമ്മൾ പലതരത്തിലുള്ള ടേസ്റ്റുകൾ, എരിവായാലും മധുരമായാലും പുളിപ്പായാലും ഉപ്പായാലും ഇതെല്ലാം അറിയുന്നത് ടേസ്റ്റ് ബഡ്സിലൂടെയാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാഹികൾ എന്ന് പറയുന്നത് സ്വാദ് ഗ്രാഹികളാണ്. സ്വാദ് ഗ്രാഹികൾ. സ്വാദഗ്രാഹികൾ അഥവാ ടേസ്റ്റ് റെസിപ്റ്റേഴ്സ്. അപ്പോൾ അവിടുത്തെ സ്റ്റിമുലസ് എന്തായിരിക്കും? രുചി അല്ലെങ്കിൽ ടേസ്റ്റ് അല്ലെങ്കിൽ സ്വാദ് എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്റ്റിമുലൈ. സ്വാദ് അഥവാ ടേസ്റ്റ്. അടുത്തത് പറയുന്നത് മൂക്കാണ്. എന്തറിയാൻ വേണ്ടിയാണ് മൂക്ക്? ഗന്ധം അറിയാൻ വേണ്ടിയാണ് നമ്മൾക്ക് മൂക്ക് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഗ്രാഹികൾ ഗന്ധഗ്രാഹികളാണ്. ഗന്ധഗ്രാഹികൾ അവയെ പറയുന്നത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഗ്രന്ഥഗ്രാഹികൾ അഥവാ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അവിടുത്തെ സ്റ്റിമുലസ് എന്തായിരിക്കും? ഗന്ധം എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ് അവിടെ മൂക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്റ്റിമുലസ്, ഉദ്ദീപനം, ആ ഗന്ധം ആണ് അതിന് ഉണ്ടാകുന്ന ഉദ്ദീപനം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, നമ്മുടെ ബോഡി ഫുൾ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ, നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്ത് കാണപ്പെടുന്ന ത്വക്ക്. ത്വക്ക് അഥവാ സ്കിൻ. ത്വക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരനുഭവം അല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് ചൂട്, തണുപ്പ്, സ്പർശം, മർദ്ദം, പിന്നീട് എന്താണ് വേദന, ഇതെല്ലാം നമ്മൾ ത്വക്കിലൂടെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. വിവിധ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഒരു ഗ്രാഹി മാത്രമല്ല കാണപ്പെടുന്നത്, വിവിധ ഗ്രാഹികൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ്. ഫോർ വിച്ച് പർപ്പസസ്? ഫോർ ഹീറ്റ്, cold, then touch and pain, etc. ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ സ്റ്റിമുലൈ എവിടെയുണ്ട്? നമ്മുടെ ത്വക്കിലുണ്ട്. ചൂട്, തണുപ്പ്, വേദന, സ്പർശം, മർദ്ദം തുടങ്ങിയ പലതരത്തിലുള്ള സ്റ്റിമുലൈ എവിടെയുണ്ട്? നമ്മുടെ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കാണപ്പെടുന്ന ഗ്രാഹികൾ എന്ന് പറയുന്നത് വിവിധ ഗ്രാഹികളാണ്, ഡിഫറെന്റ് റിസപ്റ്റേഴ്സ്. അപ്പോഴിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിവിധ സെൻസ് ഓർഗൻസും അവയുടെ റിസപ്റ്റേഴ്സും അവയിൽ ഉണ്ടാവുന്ന ആ റിസപ്റ്റേഴ്സ്, എന്ത് റിസപ്റ്റേഴ്സ്? നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിക്കേണ്ട സ്റ്റിമുലസുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കണ്ണ്. അവിടെ ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസിനെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എവിടെ എത്തിക്കുന്നു? നമ്മുടെ കണ്ണിൽ എത്തിക്കുകയും അങ്ങനെ നമുക്ക് ദൃശ്യാനുഭവം
അല്ലെങ്കിൽ കാഴ്ച എന്നുള്ള ഒരു അനുഭവം നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചെവിക്കാവുമ്പോൾ അവിടെ ശബ്ദഗ്രാഹികൾ അഥവാ സൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. അവിടുത്തെ സ്റ്റിമുലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് സൗണ്ട്സ് ആണ്. നാം കേൾക്കുന്ന ആ സൗണ്ട്സ്, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഈ സൗണ്ട്, ശബ്ദം എന്ന് പറയുന്ന ഉദ്ദീപനം സൗണ്ട് റിസപ്റ്റേഴ്സ് വഴി നമ്മുടെ ചെവിയിൽ എത്തുമ്പോഴാണ്. അടുത്തത് നാക്ക് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അവിടുത്തെ സ്വാദ് എന്ന് പറയുന്ന ഉദ്ദീപനത്തെ ടേസ്റ്റ് റെസപ്റ്റേഴ്സ് വഴി എവിടെ എത്തിക്കുന്നു? നമ്മുടെ തലച്ചോറിൽ എത്തിക്കുകയും ബ്രെയിനിൽ എത്തിക്കുകയും അതിൻ്റെതായ ഇതിന് ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. എവിടെയെങ്കിലും എത്തിച്ചാൽ പോരാ. നമ്മുടെ ബ്രെയിനിൽ ഈ ഓരോ പറഞ്ഞ അനുഭവങ്ങളും അനുഭവപ്പെടണമെങ്കിൽ അതിന് ഓരോ സ്പേസ് ഉണ്ട്, ഓരോ സ്ഥലമുണ്ട്. അതാത് സ്ഥലത്ത് എത്തിക്കുകയും അതുവഴി നമുക്ക് ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളും പ്രാപ്തമാവുകയും ചെയ്യുന്നു. അതുപോലെ നാക്കില് ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ടേസ്റ്റിന് ബ്രെയിനിൽ എത്തിക്കുന്നു. മൂക്കില് കാണപ്പെടുന്നത്, നോസിൽ കാണപ്പെടുന്നത് ഗന്ധഗ്രാഹികൾ അഥവാ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. അവ സ്മെല്ലിനെ എവിടെ എത്തിക്കുന്നു? നമ്മുടെ ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ എത്തിക്കുകയും അതുവഴി നമുക്ക് ഗന്ധം പ്രാപ്തമാവുകയും ചെയ്യുന്നു. ലാസ്റ്റ് പറഞ്ഞത് ത്വക്ക് അഥവാ സ്കിൻ. അവയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ് അവയിൽ കാണപ്പെടുന്നത്. ഡിഫറെന്റ് റിസപ്റ്റേഴ്സ്. അവിടെ നമുക്ക് പ്രാപ്തമാകുന്ന അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള സ്റ്റിമുലസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ചൂട്, തണുപ്പ്, സ്പർശം, വേദന, മർദ്ദം തുടങ്ങിയ പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള ഉദ്ദീപനങ്ങൾ എവിടെ എത്തുന്നു? അല്ലെങ്കിൽ ആര്? ഈ ഡിഫറെന്റ് റിസപ്റ്റേഴ്സിന്റെ ഓരോന്നും അതാത് റിസപ്റ്റേഴ്സ് നമ്മുടെ തലച്ചോറിൽ എത്തിക്കുകയും അങ്ങനെ നമുക്ക് ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മൾ ഒരാളെ വിലയിരുത്തുന്നു. ഇപ്പൊ എന്നെ തന്നെ നിങ്ങൾ കാണുന്നു അല്ലെ? ആദ്യമേ നിങ്ങൾ എന്റെ സൗണ്ട് ആണോ ശ്രദ്ധിക്കുന്നത്? അല്ല. ഒരു വസ്തു, നമ്മളൊരു പൂവിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒക്കെ ആദ്യമേ കാണുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ പ്രാപ്തമാകുന്ന അനുഭവം എന്ന് പറയുന്നത് കാഴ്ചയാണ് അല്ലെ? നമ്മുടെ ഈ അനുഭവങ്ങളിൽ, ഇന്ദ്രിയ അനുഭവങ്ങളിൽ 80%, 80% നമുക്ക് കാഴ്ചയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് കാഴ്ചയിലൂടെയാണ് ലഭിക്കുന്നത്. 80% ഒരാളെ നമ്മൾ കണ്ടാണ് വിലയിരുത്തുന്നത്. പിന്നീടാണ് അയാളുടെ സ്വഭാവം, അയാളുടെ സൗണ്ട് അല്ലെങ്കിൽ അയാളുടെ രീതികൾ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഫ്ലവറിനെ അല്ലെങ്കിൽ ഒരു പൂവിനെ കാണുമ്പോൾ അത് ചിലപ്പോൾ വളരെ ദുർഗന്ധം വഹിപ്പിക്കുന്ന ഒരു പൂ ആയിരിക്കും. പക്ഷേ ആദ്യം നമ്മൾ അതിന്റെ ഭംഗി നോക്കും അല്ലേ? എത്ര ദുർഗന്ധമായാൽ പോലും നമ്മൾ അതിനെ കാണുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾക്ക് ലഭ്യമാകുന്ന ഇന്ദ്രിയ അനുഭവങ്ങളിൽ 80%, 80% കണ്ണിലൂടെ ലഭിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് കണ്ണിനെ കുറിച്ചാണ്. നമുക്ക് ഈ സെൻസ് ഓർഗൻസില് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കണ്ണിനെ കുറിച്ചാണ്. 80% ഇന്ദ്രിയാനുഭവം നമുക്ക് ലഭിക്കുന്ന കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ കണ്ണിൽ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, കണ്ണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിനുള്ള മെത്തേഡ്സ്, പിന്നെ അവയുടെ പാർട്സ്, അവയുടെ ഫങ്ഷൻസ്, ഇത്രയും നമുക്കിന്ന് നോക്കാം. അത് ഫസ്റ്റ് കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് നോക്കുമ്പോൾ നിങ്ങൾ 9ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചു അല്ലെ? സ്കെൽറ്റൽ സിസ്റ്റത്തിൽ അന്ന് നിങ്ങൾ എല്ലാവരും സ്കെൽറ്റൽ അല്ലെങ്കിൽ അസ്ഥികൂടം കണ്ടിട്ടുണ്ടായിരിക്കും. അസ്ഥികൂടം കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഒരു തലയോട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു രൂപം വരും അല്ലെ? ആ തലയോട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദുരൂപത്തോടൊപ്പം തന്നെ അതിന്റെ ഫ്രണ്ടിലായിട്ട് 2 ഹോൾസ് കാണപ്പെടും. അത് കണ്ണുകളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഹോൾസ് ആണ്. അവയെ നേത്രകോടരം അഥവാ ഐ സോക്കറ്റ് എന്ന് പറയുന്നു. നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്സ്. നേത്ര കോടരം അഥവാ ഐ സോക്കറ്റ്. ഇവൻ ഈ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സിൽ വരുന്ന ഫസ്റ്റ് ആണ് നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്. പിന്നീട് വരുന്നത് ബാഹ്യ കൺപേശികളാണ് അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്. ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ മസിൽസ്.
external eye muscles. ഫസ്റ്റ് കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു, കണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്. സെക്കൻഡ് ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിരികം അല്ലെങ്കിൽ പുരികം. അവയ്ക്ക് പറയുന്നത് എന്താണ്? ഐബ്രോസ്. അതും നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ് ആണല്ലോ. അത് നമുക്ക് ത്രെഡ് ചെയ്യാനോ നമ്മുടെ മുഖത്തിന് ഭംഗി നൽകാനോ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമല്ല എന്തെന്ന് പറയുന്നത്, പുരികം എന്ന് പറയുന്നത്. അത് കണ്ണിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡാണ്. തേർഡ് പുരികം അഥവാ ഐബ്രോസ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന് താഴേക്ക് വരുമ്പോൾ നമുക്കുണ്ട് കൺപീലികൾ, ഐ ലാഷസ്, കൺപീലികൾ. അത് കഴിഞ്ഞ് കൺപോള, eyelid. Then പിന്നീട് ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു വേർഡാണ് കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ, കൺജങ്ക്റ്റൈവ. ലാസ്റ്റ് വൺ കണ്ണുനീർ അഥവാ ടീയേഴ്സ്. കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ കണ്ണിന്റെ സംരക്ഷണ സംവിധാനങ്ങൾ. അതിൽ ഓരോന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്സ്. ദെൻ ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്. ദെൻ പുരികം അഥവാ ഐബ്രോസ്. ദെൻ കൺപീലികൾ അഥവാ ഐലാഷസ്, കൺപോള അഥവാ ഐലിഡ്സ്, then conjunctiva, and last one കണ്ണുനീർ അഥവാ tears. കണ്ണുനീരിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്ര ഫെമിലിയർ അല്ലാത്തൊരു വേർഡേ ഉള്ളൂ, ഏത് കൺജങ്ക്റ്റൈവ. അപ്പോഴേ ഫസ്റ്റ് എന്ന് പറയുന്നത് നേത്രകോടരം അഥവാ ഐ സോക്കറ്റ് ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് തലയോടിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തലയോട് അല്ലെങ്കിൽ അസ്ഥികൂടത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ഹോൾസ്, അതിന് ഫ്രണ്ടിലായി കാണപ്പെടുന്ന രണ്ട് ഹോൾസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് നേത്രകോടരം. കണ്ണിൽ കാണപ്പെടുന്ന കുഴികൾ, ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ, സ്കളിലുള്ള കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണുകൾ ഇറങ്ങി നിൽക്കുന്ന കുഴികളാണ് എന്തെന്ന് പറയുന്നത് ഈ ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം എന്ന് പറയുന്നത്. ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ, സ്കളിൽ തലയോട്ടിയിൽ കാണപ്പെടുന്ന കുഴികൾ, അവിടെയാണ് കണ്ണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്. ദെൻ നെക്സ്റ്റ് ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്. നമുക്കറിയാം, പറഞ്ഞു കഴിഞ്ഞു കണ്ണിന്റെ കുഴികളിലാണ് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ താഴേക്ക് കുനിയുമ്പോഴോ തല ആട്ടുമ്പോഴോ കണ്ണ് തെറിച്ച് വെളിയിൽ പോവുകയോ കണ്ണ് ഊരി വീഴുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോഴവിടെ ആരോ ഈ കണ്ണിനെ പിടിച്ചു നിർത്തുന്നുണ്ടല്ലേ, ആ കക്ഷിയാണ് ആരെന്ന് പറയുന്നത് ഈ ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. കണ്ണിനെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഫിക്സ് ദ ഐ ബോൾസ് ഇൻ ദ ഡിപ്രഷൻ ഓർ ഓർബിറ്റ്. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശികളാണ്, മസിൽസ് ആണ് എന്ന് പറയുന്നത് ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പുരികമാണ്. പുരികത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ, നമുക്കുണ്ടാകുന്ന വിയർപ്പിൽ ധാരാളം, നമ്മുടെ വിയർപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു എക്സ്ക്രീറ്ററി മെത്തേഡാണ് അല്ലെ, ഒരു വിസർജനമാണ് എന്ന് പറയുന്നത് വിയർപ്പ് എന്ന് പറയുന്നത്. ആ വിയർപ്പിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പുരികത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് കൺപീലികൾ. കാഴ്ചയെ മറയ്ക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും
അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൽ നിന്നും, പുറമേ നിന്ന് വരുന്ന പൊടിപടലങ്ങളായാലും ചെറിയ പാർട്ടിക്കിൾസ് ആയാലും അവയിൽ നിന്നും നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നത് കൺപീലികളാണ്, അഥവാ ഐ ലാഷസ് ആണ്. അടുത്തത് ഐ ലിഡ്, കൺപോള. നിങ്ങളുടെ കൈ തന്നെ ഒന്ന് അറിയാതെ കണ്ണിനടുത്തേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ണ് പെട്ടെന്ന് അടയ്ക്കും അല്ലേ? പുറമേ നിന്നുള്ള ഏതൊരു ആക്രമണത്തിൽ നിന്നും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഏതെന്ന് പറയുന്നത്, ഏതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കൺപോളകൾ അഥവാ ഐ ലിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. എന്നാലും ഒന്നുകൂടി പറയാം, ഇതുവരെ പറഞ്ഞത് പറയാം. ഫസ്റ്റ്, നേത്രകോടരം അഥവാ ഐ സോക്കറ്റ്. എവിടെ? കണ്ണുകൾ കാണപ്പെടുന്ന കുഴികൾ, തലയോട്ടിയിലെ കുഴികൾ. ഡിപ്രഷൻ ഇൻ ദ സ്കൾ. അടുത്തതെന്ന് പറയുന്നത്, സെക്കൻഡ് പറഞ്ഞത് നമ്മളേതാണ്? ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ നേത്രകോടരത്തില് നമ്മുടെ ഐ ബാൾസിനെ, നേത്രഗോളത്തെ എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ച് നിർത്തുന്നു. ഫിക്സ് ദ ഐ ബോൾസ് ഇൻ ദ ഓർബിറ്റ്. നെക്സ്റ്റ്, പുരികം പറഞ്ഞു. നമ്മുടെ വിയർപ്പിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു, പുരികം എന്ന് പറയുന്ന ഭാഗം. അടുത്തത് ഐ ലാഷസ് അഥവാ കൺപീലികൾ. കാഴ്ചയെ മറയ്ക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും ചെറിയ ചെറിയ വസ്തുക്കളിൽ നിന്നും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്? കൺപീലികളുടെ ധർമ്മം എന്ന് പറയുന്നത്, അഥവാ ഐ ലാഷസിന്റെ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ്, കൺപോളകളാണ് ഐ ലിഡ്. പുറമേ നിന്നുള്ള ഏതൊരാഘാതത്തിൽ നിന്നും നമ്മുടെ കണ്ണിനെ ഒരുവിധം സംരക്ഷിപ്പിക്കുന്നത് ആരാണ്? ഈ ഐ ലിഡ് ആണ്. എന്ന് വെച്ചാൽ കണ്ണിൽ വെറുതെ ഇട്ട് കുത്തി കൊടുത്തിട്ടോ പെൻസിൽ ഇട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ രക്ഷയില്ല. അല്ലാതെയുള്ള ഒരുവിധമുള്ള എല്ലാ ആഘാതങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാൻ ആര് സഹായിക്കുന്നു? ഐ ലിഡ് സഹായിക്കുന്നു, അഥവാ കൺപോളകൾ സഹായിക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത, അത്ര പരിചയമല്ലാത്തൊരു വേർഡാണ് കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്, കൺജങ്ക്റ്റൈവയെ കുറിച്ച് നിങ്ങൾ അടുത്ത പാർട്ടിൽ, അതായത് കണ്ണിന്റെ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, കണ്ണിന്റെ ഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡിൽ കൺജങ്ക്റ്റൈവ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൺജങ്ക്റ്റൈവ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ശ്ലേഷ്മം കണ്ണ് വരണ്ടു പോകാതെ, നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണ് എപ്പോഴും, കണ്ണുനീർ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണ് എപ്പോഴും നനവുള്ളൊരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്, എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു അവയവമാണ്. അതിന് സഹായിക്കുന്നത് ഈ കൺജങ്ക്റ്റൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്ലേഷ്മമാണ്, അഥവാ മ്യൂക്കസ് ആണ് കണ്ണ് വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുന്നത്. It secretes mucus which protects the anterior part of the eyeball from being dry. That is the function of conjunctiva in the protection of eye. It secretes mucus which helps or which protect the anterior portion of the eye from being dry. അതായത് കണ്ണ് വരണ്ടു പോകാതെ അവയെ എപ്പോഴും നനവുള്ളതാക്കി പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കൺജങ്ക്റ്റൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, ടീയേഴ്സ് അഥവാ കണ്ണുനീർ. കണ്ണുനീർ എന്ന് പറയുന്നത് കണ്ണിന്റെ മുൻഭാഗം വൃത്തിയുള്ളതായി സൂക്ഷിക്കുവാനും ഈ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മുടെ കണ്ണിൽ കടക്കുന്ന, വെളിയിൽ നിന്നും കണ്ണിലേക്ക് കടക്കുന്ന ജേംസിനെ അഥവാ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും ഒരു പരിധിവരെ സഹായിക്കുന്നു. Clean and lubricate the anterior part of the eye, and also the enzyme which is present in the tears, namely lysozyme, helps to destroy the germs that enters into our eyes. ഇത്രയാണ് കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ്. കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സിൽ ഫസ്റ്റ് ഐ സോക്കറ്റ് നേത്രകോടരം, ദെൻ ബാഹ്യ കൺപേശികൾ അഥവാ എക്സ്റ്റേണൽ ഐ മസിൽസ്, ദെൻ ഐബ്രോസ് അഥവാ പിരികം, ഐ ലാഷസ് അഥവാ കൺപീലികൾ, ഐലിഡ് കൺപോളകൾ, കൺജങ്ക്റ്റൈവ ആൻഡ് ടീയേഴ്സ്. ഇതില്
ഫസ്റ്റ് പറഞ്ഞതെല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് കൺജങ്ക്റ്റൈവ അത് എപ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മുടെ കണ്ണിനെ ഈർപ്പമുള്ളതാക്കി വെച്ച് സംരക്ഷിക്കുന്നു. കീപ് ഓൾവേസ് that is the anterior part of the eye from dry, that which secretes mucus by secreting mucus secrete ചെയ്തുകൊണ്ട് അവയെ എപ്പോഴും നല്ല നനവോടുകൂടി സംരക്ഷിക്കുന്നു. And last one, tears കണ്ണുനീർ, the enzyme which is present in the tears called lysozyme destroys the germs that enters to our eye. ഇവിടെ ആ പാർട്ട് കഴിയും. Then next, നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണിന്റെ ഘടന എത്രയധികം നമ്മെ സഹായിക്കുന്നു അതാണ് നോക്കേണ്ടത്. കണ്ണിന്റെ ഘടന അവയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗവുമാണ് എന്ന് പറയുന്നത് കണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. അതില് ഇതാണ് കണ്ണിന്റെ ഛേദം. അതില് പാർട്സ് നമുക്ക് നോക്കാം. പാർട്സും ഫങ്ഷനോട് കൂടി നമുക്ക് പഠിക്കാം. ഇവിടെ കണ്ണിന്റെ പാളികൾ, ആദ്യമേ കണ്ണിന് 3 പാളികളാണുള്ളത്. ഏറ്റവും പുറമേ ഒരു പാളി, ദെൻ മിഡിൽ പാർട്ട്, ദെൻ ഇന്നർ പാർട്ട്. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയുന്നു. ദൃഢപടലം അഥവാ സ്ക്ലീറ, the outermost layer of the eye which is called sclera അഥവാ ദൃഢപടലം. And the middle layer is called choroid or രക്തപടലം. കൊറോയിഡ് അഥവാ രക്തപടലം. മിഡിൽ മധ്യഭാഗത്തായിട്ടുള്ളതിനെ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്ന് പറയുന്നു. And the inner part or inner layer is called retina. ഏറ്റവും ഉള്ളിലുള്ള ഭാഗം റെറ്റിന. കണ്ണിന് 3 ലേയേഴ്സ് അല്ലെങ്കിൽ 3 പാളികളാണുള്ളത്. ഏറ്റവും ഔട്ടർ പാർട്ട് അല്ലെങ്കിൽ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ദൃഢപടലം അഥവാ സ്ക്ലീറ. ദെൻ മിഡിൽ പാർട്ട് രക്തപടലം അഥവാ കൊറോയിഡ്. ആൻഡ് ദ ഇന്നർമോസ്റ്റ് പാർട്ട് റെറ്റിന. റെറ്റിന എന്ന് തന്നെയാണ് പറയുന്നത്. ദൃഢപടലം അഥവാ സ്ക്ലീറ, രക്തപടലം അഥവാ കൊറോയിഡ് ആൻഡ് റെറ്റിന. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ പഠിക്കാം. എങ്ങനെയാണ് പ്രൊട്ടക്ഷന് ഇവ സഹായിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് ദൃഢപടലമാണ്. ഒരു വൈറ്റിഷ് കളറിലാണ് ഇവ കാണപ്പെടുന്നത്, വെള്ള നിറത്തിൽ. അത് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, വെള്ള നിറത്തിൽ നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ഭാഗം. അത് കണ്ണിന് ദൃഢത നൽകുന്നു. ഇറ്റ് ഗിവ്സ് ഫേംനെസ് ടു ദ ഐ. കണ്ണിന് ദൃഢത നൽകുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. യോജക കലകളാൽ നിർമ്മിതമായ ഭാഗമാണ്, കണ്ണിലെ ഭാഗമാണ്. ഏറ്റവും പുറമേയുള്ള വെള്ള നിറത്തിലുള്ള കണ്ണിന് ദൃഢത നൽകുന്ന യോജക കലകളാൽ നിർമ്മിതമായ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയുന്നത്. The white outer part of the eye which gives firmness to the eye and is made up of connective tissues. യോജക കലകളാൽ നിർമ്മിതമായ കണ്ണിന്റെ പുറമേയുള്ള വെളുത്ത ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ദൃഢപടലം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള പാർട്ട് ദൃഢപടലം അഥവാ സ്ക്ലീറ. വൈറ്റിഷ് പാർട്ട്, വൈറ്റ് കളേർഡ് പാർട്ട് which gives firmness to the eye and is made up of connective tissues. യോജക കലകൾ. യോജക കലകളൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് യോജക കലകൾ എന്നൊക്കെ. made up of connective tissues. The middle layer or the second part, രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗം, മധ്യപാളിയെ നമുക്ക് എന്തെന്ന് പറയാം? രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് പറയാം. രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് പറയാം. അതിന്റെ പേരിലൊരു രക്തമുണ്ടല്ലേ, എന്തുകൊണ്ട് ആ പേര് വന്നതെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് abundantly in this part the blood vessels are seen abundantly
ഒരുപാട് രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, രക്തപടലം എന്ന് പറയുന്നത് അഥവാ കൊറോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തിന് ഈ രക്തപടലത്തിന് ആ പേരും വന്നിരിക്കുന്നത്. The middle layer which contains a large number of blood vessels. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിന്റെ രണ്ടാമത്തെ പാളിയാണ് ഏതെന്ന് പറയുന്നത്, രക്തപടലം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഏറ്റവും ഇന്നർ ലെയർ, ആന്തര പാളി, ഏറ്റവും അകത്തെ പാളി, ഇറ്റ് ഈസ് കാൾഡ് റെറ്റിന. റെറ്റിന ഏറ്റവും ഇന്നർ ആയിട്ടുള്ള പാളി, ആന്തരപാളി. അതിനെ എന്തെന്ന് വിളിക്കാം, നമുക്ക് റെറ്റിന എന്ന് വിളിക്കാം. ഇനി റെറ്റിനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയെ ആണ് ഏത്, ആന്തരപാളിയാണ് റെറ്റിന. ദ ഇന്നർ ലെയർ വിച്ച് കണ്ടെയ്ൻസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഓർ പ്രകാശഗ്രാഹികൾ. നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം നൽകുന്ന, നമ്മുടെ പ്രകാശന ഉദ്ദീപനത്തെ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഏറ്റവും ആന്തര പാളി അഥവാ ഇന്നർ ലെയർ ഓഫ് ദ ഐ ഈസ് കാൾഡ് റെറ്റിന. അപ്പോൾ ഇതാണ് കണ്ണിന്റെ 3 പാളികൾ. ഫസ്റ്റ് ദൃഢപടലം അഥവാ സ്ക്ലീറ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ. കണ്ണിന് എന്ത് നൽകുന്നു, ദൃഢത നൽകുന്നു. വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ. ആൻഡ് അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ധാരാളം കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ യോജക കലകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ദൃഢപടലം. ഈസ് ദ ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ആദ്യ പാളി, കണ്ണിന്റെ ആദ്യ പാളി. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മിഡിൽ ലെയർ അല്ലെങ്കിൽ മധ്യപാളി, രണ്ടാമത്തെ പാളി ആണ് ഏതെന്ന് പറയുന്നത്, രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. which contains a large number of blood vessels. അതുകൊണ്ട് തന്നെയാണ് ആ പേരും വന്നിരിക്കുന്നത് എന്തെന്ന്, രക്തപടലം എന്ന് പറയുന്നത്. ധാരാളം ബ്ലഡ് വെസൽസ് അടങ്ങിയ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഉള്ള ഒരു പാളിയാണ് ഏതെന്ന് പറയുന്നത്, രക്തപടലം എന്ന് പറയുന്നത്. And last one or the interior part, the innermost part, ഏറ്റവും അകത്തുള്ള പാളി, ഏറ്റവും ആന്തരികമായിട്ടുള്ള പാളി, അതിന് പറയുന്ന പേര് റെറ്റിന, where the photoreceptors are seen. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിന്റെ പാളി, അതാണ് ഏതെന്ന് പറയുന്നത്, റെറ്റിന. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പാളിയിലും മറ്റു കുറച്ച് ഭാഗങ്ങൾ, ഈ കാഴ്ചയെ സഹായിക്കുന്ന ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അത് ഓരോന്നും പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പാളി ഏതായിരുന്നു, ദൃഢപടലം അഥവാ സ്ക്ലീറ. സ്ക്ലീറയില് 2 പാർട്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേരാണ് കൺജങ്ക്റ്റൈവ. സെക്കൻഡ് എന്ന് പറയുന്നത് കോർണിയ. ഇങ്ങനെ 2 ഭാഗമാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ദൃഢപടലവും അല്ലെങ്കിൽ സ്ക്ലീറിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഫസ്റ്റ് കൺജങ്ക്റ്റൈവ ആൻഡ് സെക്കൻഡ് കോർണിയ. അതാ ഈ 2 ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു പ്രൊജക്ഷൻ ലൈക്ക് പാർട്ട്, ഒരു പ്രൊജക്ഷൻ പോലെയുള്ള പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. It is the layer which covers and protects the front part of the sclera. The part which covers and protects the outer part or the front part of the sclera except cornea. അതായത് നമ്മുടെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ ആന്റീരിയർ പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഏത് ഭാഗം ഒഴിച്ച്, കോർണിയെ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവയ്ക്ക് നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, കണ്ണിന്റെ പ്രൊട്ടക്ഷന് സഹായിക്കുന്നു. എങ്ങനെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് എപ്പോഴും നമ്മുടെ കണ്ണിനെ എന്തുള്ളതാക്കി വെക്കുന്നു, നനവുള്ളതാക്കി വെക്കുന്നു.
അപ്പോൾ ഇവിടത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോർണിയ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. Then next one, cornea. It is the projected transparent anterior part of the sclera. അതായത് സുതാര്യമായ മുൻപോട്ട് ഉന്തി നിൽക്കുന്ന ദൃഢപടലത്തിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗം, ഏറ്റവും മുൻഭാഗത്തെ ഭാഗം. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്തെന്ന് ചോദിച്ചാൽ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് ഇൻടു ദ റെറ്റിന. ഈ കോർണിയയാണ് റെറ്റിനയിലേക്ക് പ്രകാശത്തെ കടത്തിവിടുവാൻ സഹായിക്കുന്നത്. The projected transparent anterior part of sclera which helps it to refract light into the retina. റെറ്റിനയിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് കോർണിയ. അപ്പോൾ എന്ത് കഴിഞ്ഞു? ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ദൃഢപടലം കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി പറയാം, ദൃഢപടലം അഥവാ sclera. It is a whitish outer part which gives firmness to the eyes. കണ്ണിന് ദൃഢത നൽകുന്നു. And also made up of connective tissues. ധാരാളം യോജക കലകളാൽ നിർമ്മിതമാണ് ഏതെന്ന് പറയുന്നത് ദൃഢപടലം എന്ന് പറയുന്നത്. ഈ ദൃഢപടലത്തിനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പാർട്സ് ആണ് കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ. Conjunctiva, a layer which covers and protects the front part of the sclera except cornea. കോർണിയ ഒഴിച്ച് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ കവർ ചെയ്യുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. Then cornea, which is the projected transparent front part of the sclera which refracts light to the retina. സുതാര്യമായ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ദൃഢപടലത്തിന്റെ ഭാഗം അതാണ് ഏതെന്ന് പറയുന്നത് കോർണിയ എന്ന് പറയുന്നത്. എന്തിനു സഹായിക്കുന്നു? പ്രകാശത്തെ റെറ്റിനയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാളി കഴിഞ്ഞു, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഏതാണ്? രക്തപടലം. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കേണ്ടത് രക്തപടലമാണ്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ദ മിഡിൽ ലെയർ ഫംഗ്ഷൻ അല്ല, അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതിനെ കൊറോയിഡിനെ അല്ലെങ്കിൽ രക്തപടലത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അവിടെ ധാരാളം രക്തക്കുഴലുകൾ കാണുന്നു. വിച്ച് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ അതിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിസ്, ദെൻ പ്യൂപ്പിൾ, lens and ciliary muscles. Iris, pupil, lens and ciliary muscles. ciliary പേശികൾ. ഐറിസ് ഈ ഭാഗത്ത്, ഇതിനകത്ത് ഈ ഭാഗം കഴിഞ്ഞു. നമ്മുടെ ദൃഢപടലം കഴിഞ്ഞു. അടുത്തത് രക്തപടലത്തിൽ വന്നു. അതിൽ വരുന്നത് ഫസ്റ്റ് ഐറിസ്, പ്യൂപ്പിൾ, then lens and ciliary muscles അഥവാ ciliary പേശികൾ. അപ്പോൾ ആദ്യമേ നമുക്ക് ഐറിസിനെ നോക്കാം. which is seen the part seen just behind the corona. കൊറോണയുടെ തൊട്ട് പിറകിലായി കാണപ്പെടുന്ന ഭാഗമാണ്, കൊറോണ അല്ല, കോർണിയയാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. കോർണിയയുടെ ജസ്റ്റ് പിറകിലായി കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഐറിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ജസ്റ്റ് ബിഹൈൻഡ് ദ കോർണിയ. ഇനി ഇറ്റ് ഈസ് സീൻ ഇൻ ഡാർക്ക് കളർ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ പിഗ്മെന്റ് കാൾഡ് മെലാനിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മെലാനിനെ കുറിച്ച്? മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു. 8ാം സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഒരുപാട് വർണ്ണവസ്തുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സസ്യങ്ങളിൽ നിറം നൽകുന്ന വർണ്ണവസ്തുക്കൾ, പിഗ്മെന്റ്സ്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന പിഗ്മെന്റ് ആണ് എന്ന് പറയുന്നത് മെലാനിൻ. ഈ മെലാനിൻ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഐറിസ് ഡാർക്ക് കളറിലാണ് കാണപ്പെടുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണിന്റെ ഏത് ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഐറിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് വിച്ച് സീ ജസ്റ്റ് ബിഹൈൻഡ് ദ കോർണിയ, ജസ്റ്റ് ആസ് എ ഡാർക്ക് കളർ, നല്ല ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. കാരണം അവയിൽ ഐറിസിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തു, ഒരു പിഗ്മെന്റ് ആണ് അതിന് കാരണം. ആ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബോഡിക്ക്, നമ്മുടെ സ്കിന്നിന്റെ നിറം നിശ്ചയിക്കുന്നത് ഈ മെലാനിന്റെ ഏറ്റക്കുറച്ചിലുകളാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഐറിസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് choroid which is seen just behind the cornea. It appears as dark, or it has a dark color because of the presence of a pigment called melanin. Then next one is pupil. ഈ ഐറിസിന് ഇടയിലായി കാണപ്പെടുന്ന ഒരു സുഷിരം പോലെയുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സുഷിരം. The aperture seen at the center of the iris. ഐറിസിന്റെ സെന്റർ ഭാഗത്തായി, മധ്യഭാഗത്തായി കാണപ്പെടുന്ന സുഷിരത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. The size of this aperture increases and decreases depending upon the intensity of light. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഈ പ്യൂപ്പിളിന്റെ അല്ലെങ്കിൽ ഈ സുഷിരത്തിന്റെ വലിപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരും. പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഈ സുഷിരത്തിന്റെ വലിപ്പത്തിലും എന്ത് വരുന്നു? ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. സെക്കൻഡ് പാർട്ട് ഈസ് പ്യൂപ്പിൾ. This aperture seen at the center of the iris, and the size of this aperture depending upon the intensity of light. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഈ സുഷിരത്തിന്റെ വലിപ്പത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. ഇവിടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഐറിസ്. സെക്കൻഡ് പാർട്ട് ഈസ് പ്യൂപ്പിൾ. Then next, ലെൻസ്. ഒരു ലെൻസ് തന്നെയാണ്, നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന കോൺവെക്സ് ലെൻസ് ആണ്. ഏതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. നിങ്ങൾ കെമിസ്ട്രിയിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഏത് ലെൻസുകളെ കുറിച്ച്. അത് കോൺവെക്സ് ലെൻസ് ആണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെൻസാണ് കോൺവെക്സ്. കോൺകേവ് ആകുമ്പോൾ എങ്ങനെ? അകത്തേക്ക് കുഴിഞ്ഞ ലെൻസ് കോൺകേവ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കോൺവെക്സ്. ആ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണുകളിൽ കാണപ്പെടുന്നത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കോൺവെക്സ് ലെൻസ്, നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന കോൺവെക്സ് ലെൻസ് ഇലാസ്റ്റിക സ്വഭാവമുള്ളതാണ്, ഇലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നതാണ്. എന്താണ് ഇലാസ്റ്റിക് നേച്ചർ എന്ന് അറിയാലോ? അതിന് എന്ത് ചെയ്യാൻ പറ്റും? വലുതാകാനും ചെറുതാകാനും പറ്റും. ഇലാസ്റ്റിക് നേച്ചറോട് കൂടിയ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണുകളിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെന്റ്സ്. ഇവയെ എന്ത് ചെയ്യുന്നു? ഇവയെ ഇവിടെ പിടിച്ചു നിർത്തണ്ടേ, ഉറപ്പിച്ചു നിർത്തണ്ടേ ഈ ലെൻസിനെ? അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ത്രെഡുകൾ പോലെയുള്ള ലിഗമെന്റ്സ് ആണ്, അഥവാ സ്നായുക്കളാണ്. ത്രെഡുകൾ പോലെയുള്ള സ്നായുക്കൾ എന്ത് ചെയ്യുന്നു? ഇവയെ ഏതുമായിട്ട്? സീലിയറി മസിൽസ്, സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നു. അപ്പോഴേ ലെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ the lens it is a elastic transparent convex lens and which connect to the ciliary muscles by thread like ligaments. നൂലുകൾ പോലെയുള്ള സ്നായുക്കൾ വെച്ച് ഏതുമായിട്ട്? സീലിയറി മസിൽസുമായിട്ട്, സീലിയറി പേശികളുമായിട്ട് ഈ ലെൻസിനെ ഘടിപ്പിച്ചു നിർത്തുന്നു അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നു. ഇലാസ്റ്റിക് ട്രാൻസ്പെറന്റ് കോൺവെക്സ് ലെൻസ് ആർ സീൻ ഇൻ അവർ ഐസ്. നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് എങ്ങനെയുള്ളതാണ്? ഇലാസ്റ്റിക സ്വഭാവമുള്ള കോൺവെക്സ് ലെൻസുകളാണ്. അവ എങ്ങനെയാണ് അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത്? They are connected to the ciliary muscles by thread-like ligaments. നൂലുകൾ പോലെയുള്ള സ്നായുക്കൾ വഴി അവയെ ഏതുമായി ഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏതുമായി ചേർത്ത് നിർത്തുന്നു? സീലിയറി പേശികളുമായിട്ട് ചേർത്ത് നിർത്തുന്നു. അപ്പോഴാ ലെൻസ് കഴിഞ്ഞു. ഇവയെല്ലാം ഏതിന്റെ പാർട്ടാണ്? രക്തപടലത്തിന്റെ പാർട്ടാണ്. നമ്മളിപ്പോ പറയുന്ന എല്ലാം തന്നെ രക്തപടലത്തിന്റെ പാർട്ടാണ്. അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് വൺ സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ്. These are circular muscles
സീൻ അറൌണ്ട് ദ ലെൻസ്. ലെൻസിന് ചുറ്റാകെ കാണപ്പെടുന്ന സർക്കുലർ വളയ ആകൃതിയിലുള്ള മസിൽസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. The contraction and relaxation of these ciliary muscles alter the curvature of lens. ഈ ലെൻസിന്റെ വക്രതയെ തീരുമാനിക്കുന്നത് ഈ സീലിയറി പേശികളുടെ കൺട്രാക്ഷനും റിലാക്സേഷനുമാണ്. സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ഈ ലെൻസിന്റെ കർവേച്ചർ, ലെൻസിന്റെ വക്രതയെ തീരുമാനിക്കുന്നത്. The contraction and relaxation of the ciliary muscles alter the curvature of lens. ലെൻസിന്റെ കർവേച്ചർ, ലെൻസിന്റെ വക്രതയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വക്രത ഏതിനെ അനുസരിച്ചിരിക്കുന്നു? ഈ സീലിയറി പേശികളുടെ സങ്കോചത്തെയും വിശ്രമാവസ്ഥ പ്രാപിക്കലിനെയും അതിന് രണ്ടിനെയും അവയുടെ ഇതിനെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോഴ ലാസ്റ്റ് വൺ ഏതായിരുന്നു? സീലിയറി പേശികൾ അഥവാ സീലിയറി മസിൽസ്. ദീസ് ആർ സർക്കുലർ മസിൽസ് seen around the lens which alter the contraction of relaxation of these muscles alter the curvature of lens. ഇത്രയായപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് രക്തപടലം അഥവാ കൊറോയിഡ് കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. കൊറോയിഡിലെ പാർട്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഐറിസ്. See, just inside or just behind the cornea. It has a dark color due to the presence of a pigment called melanin. മെലാനിൻ എന്നുള്ള ഒരു വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം മൂലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? രക്തപടലത്തിലാണ്. രക്തപടലത്തിൽ ഏതിന്? ദൃഢപടലത്തിലെ കോർണിയയുടെ പിറകിലായി കാണപ്പെടുന്ന ഇരുണ്ട നിറത്തിലുള്ള ഭാഗം. ആ ഇരുണ്ട നിറത്തിന് കാരണം ഏതിന്റെ പ്രസൻസ് ആണ്? ഏതിന്റെ സാന്നിധ്യമാണ്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ്. At the center of this iris there is a aperture called pupil. ഈ ഐറിസിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന സുഷിരത്തിനെ പറയുന്ന പേരാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. And the size of this aperture depending upon the intensity of light. ഈ പ്യൂപ്പിളിന്റെ വലിപ്പം വലുതാവുന്നതും ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പ്രകാശ തീവ്രതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഇവ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നു. Then next ലെൻസ്. ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക സ്വഭാവമുള്ള സുതാര്യമായ കോൺവെക്സ് ലെൻസ് ആണ്. ട്രാൻസ്പെറന്റ് ഇലാസ്റ്റിക് കോൺവെക്സ് ലെൻസ് ആർ seen in the choroid അഥവാ രക്തപടലം. These are connected to the ciliary muscles by thread-like ligaments. നാരുകൾ പോലെയുള്ള സ്നായുക്കൾ വഴി ഈ ലെൻസിനെ സീലിയറി പേശികളുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. And last part is ciliary muscles. These are circular muscles seen around the lens. ലെൻസിന് ചുറ്റാകെ കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള മസിൽസ് പേശികളാണ് എന്ന് പറയുന്നത് സീലിയറി മസിൽസ്. ഇവയുടെ the contraction and relaxation of these muscles alter the curvature of lens. ഈ ലെൻസിന്റെ വക്രതയെ തീരുമാനിക്കുന്നത് ഏതാണ്? ഈ സീലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ, സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ്. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. രക്തപടലം കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും അകത്തെ പാർട്ടിലേക്ക് പോകാം. ഏതാണ്? റെറ്റിന. അവിടെ എന്ത് കാണപ്പെടുന്നു? പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. നമ്മുടെ എന്തിനെ? സ്റ്റിമുലസിനെ, പ്രകാശം എന്ന് പറയുന്ന സ്റ്റിമുലസിനെ നമ്മുടെ ബ്രെയിനിൽ എത്തിച്ച് നമുക്ക് കാഴ്ച അല്ലെങ്കിൽ ദൃശ്യാനുഭവം പ്രാപ്തമാക്കുന്ന പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനയിൽ ഉള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്, പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്, then അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് ഒപ്റ്റിക് നോഡ്. ഇത്രയുമാണ് ഏതിൽ വരുന്നത്?
നമ്മുടെ റെറ്റിനയിൽ വരുന്നത്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ പാർട്ടാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെറ്റിന. റെറ്റിനയുടെ പാർട്ടാണല്ലോ ഏത് പീതബിന്ദു എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഭാഗത്ത് ധാരാളം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. Plenty of photoreceptors are seen, and this part is the maximum visual clarity. It is the point of maximum visual clarity. അതായത് നമുക്ക് ഏറ്റവും നന്നായി കാഴ്ചയ്ക്ക് ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഭാഗം ഏതാണ്? ഈ പീതബിന്ദു ആണ്. കാഴ്ചയ്ക്ക് ഏറ്റവും തെളിമയുള്ള ഭാഗം പീതബിന്ദുവാണ്. കാരണം എന്താണ്? ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. It is a part of retina where the photoreceptors are seen abundantly. ധാരാളം ഫോട്ടോറിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. And this part is the point of maximum visual clarity. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു എന്ന് പറയുന്നത്. It is the point of maximum visual clarity because of the presence of plenty of photoreceptors. പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് ധാരാളമായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും തിളക്കമാർന്ന അല്ലെങ്കിൽ തെളിച്ചമാർന്ന കാഴ്ച എവിടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഈ പീതബിന്ദുവിലാണ്. അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെറ്റിന ഫ്രം വെയർ ദ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട്സ്. നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെന്റ് ആയിരിക്കും. ഹിയർ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്, therefore there is no vision. അവിടെ കാഴ്ചയില്ല. കാരണം എന്താണ്? അവിടെ പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെന്റ് ആണ്. അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെറ്റിന ഫ്രം വെയർ ദ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട്സ് ആൻഡ് ഹിയർ ഈസ് നോ വിഷൻ ബിക്കോസ് ഓഫ് ദ ആബ്സെന്റ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഫോട്ടോ റിസപ്റ്റേഴ്സിന്റെ പ്രകാശഗ്രാഹികളുടെ ആബ്സെൻസ്, അവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തത് മൂലം അവിടെ വിഷൻ ഇല്ല. അപ്പോഴ് യെല്ലോ സ്പോട്ട് കഴിഞ്ഞു, ബ്ലൈൻഡ് സ്പോട്ട് കഴിഞ്ഞു. ലാസ്റ്റ് വൺ ഒപ്റ്റിക് നെർവ് which transmits impulse from photoreceptors to the visual core center in the brain. നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ സെന്ററിലേക്ക് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള ഉദ്ദീപനങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണ്? ഒപ്റ്റിക് നെർവ്സ് ആണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ നമ്മുടെ വിഷ്വൽ സെന്ററിൽ കാഴ്ചയുടെ പോയിന്റിൽ എത്തിക്കുന്നത് ഒപ്റ്റിക് നെർവ്സ് ആണ്. The last part of the retina which transmits the impulses from the photoreceptors to the visual center of the brain. ബ്രെയിനിലെ കാഴ്ചയുടെ പോയിന്റിലേക്ക് ആരെ എത്തിക്കുന്നു? നമ്മുടെ ഈ ആവേഗങ്ങളെ പ്രകാശഗ്രാഹികളിൽ നിന്ന്, ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് എത്തിക്കുന്നു. ഇത്രയും ആയപ്പോൾ 3 പാളികളും അവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും കഴിഞ്ഞു. ഫസ്റ്റ് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു. It is a part of retina which contains a plenty of photoreceptors. So it is the point of maximum visibility or visibility clear. നമ്മുടെ കണ്ണിലെ ഏറ്റവും തെളിച്ചമുള്ള കാഴ്ച എവിടെയാണ്? പീതബിന്ദുവിലാണ്. കാരണം എന്താണ്? അവിടെ ധാരാളം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. എന്നാൽ അടുത്തത് വരുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് വരുമ്പോൾ എന്താണ് അവയുടെ പ്രത്യേകത? ബ്ലൈൻഡ് സ്പോട്ടിൽ
നിന്നാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ എന്ത് ആബ്സെന്റ് ആണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ ഇല്ല. There is no vision. Last one, optic nerve, which transmits the impulses from the photoreceptors to the visual center or visual center in the brain. നമ്മുടെ ബ്രെയിനിലുള്ള കാഴ്ചയുടെ ബിന്ദുവിലേക്ക് ഏതിനെ എത്തിക്കുന്നു? ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതിനെ എത്തിക്കുന്നു? ആവേഗങ്ങളെ എത്തിക്കുന്നു. അപ്പോൾ ആ കണ്ണിന്റെ പാർട്സ് കഴിഞ്ഞു, അവയുടെ ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി കണ്ണിൽ കാണപ്പെടുന്ന ദ്രവങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നമ്മുടെ ഏത് ഓർഗൻസ് ആയാലും അവയുമായി എല്ലാം ബന്ധപ്പെട്ട് പല ടൈപ്പിലുള്ള ഫ്ലൂയിഡ്സ് കാണപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ കണ്ണിലുമുണ്ട് 2 types of fluids, 2 തരം ദ്രവങ്ങൾ കാണപ്പെടുന്നുണ്ട്. അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ഫ്ലൂയിഡും. ഇവിടെ കണ്ടോ, നമ്മുടെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ടൊരു സ്പേസ്, ഒരറ. അതിനെ നമുക്ക് അക്വസ് അറ അല്ലെങ്കിൽ അക്വസ് ചേംബർ എന്ന് വിളിക്കാം. അക്വസ് അറ അഥവാ അക്വസ് ചേംബർ എന്ന് വിളിക്കാം. ഈ അറയിൽ കാണപ്പെടുന്ന ജലരൂപത്തിലുള്ള അല്ലെങ്കിൽ ജലത്തിന്റെ ആ ഘടനയോട് കൂടിയ വെള്ളം പോലെയുള്ള വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ് അക്വസ് ഫ്ലൂയിഡ്. The fluid seen in the aqueous chamber. അപ്പോൾ aqueous chamber എന്താണ്? Chamber seen in between cornea and lens. And the water-like fluid seen in the aqueous chamber is called aqueous humor അല്ലെങ്കിൽ aqueous ദ്രവം. ഇനി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിലെ കോശങ്ങൾക്ക് ഓക്സിജനും നറിഷ്മെന്റും പോഷണവും നൽകുന്നത് ഈ aqueous fluid ആണ്. Aqueous fluid is a fluid or water-like fluid seen in the aqueous chamber which gives oxygen and nourishment to the cells of eye. Then next is vitreous humor. There is a chamber in between the retina and the lens. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന ചേംബർ, അതിനെ വിട്രിയസ് ചേംബർ അഥവാ വിട്രിയസ് അറ എന്ന് പറയുന്നു. ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്, ജെല്ലി രൂപത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഈ അറയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ വിട്രിയസ് ഹ്യൂമർ അഥവാ വിട്രിയസ് ദ്രവം എന്നറിയപ്പെടുന്നു. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദ ഐസ്. നമ്മുടെ കണ്ണിന് ആകൃതി നൽകാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ വിട്രിയസ് ഹ്യൂമർ ആണ്. The vitreous humor, that is a jelly-like fluid seen in the vitreous chamber which gives the shape to our eyes. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ കണ്ണിന്റെ ഘടന അല്ലെങ്കിൽ കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.